നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം മുൻജന്മ പാപ കർമ്മ ഫലങ്ങളെക്കുറിച്ചാണ്. കാരണം ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. ഞാൻ 1-2 വർഷത്തിന് മുമ്പ് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും വീണ്ടും ഒരുപാട് പേര് ചോദിക്കുന്നു, നമുക്ക് അങ്ങനെ ഒരു ദോഷം നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. കാര്യം നമ്മൾ ഈ ജന്മത്തിൽ ചെയ്യുന്ന പാപങ്ങൾ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ജന്മത്തിലെ നമുക്ക് ആ ജന്മത്തിനെക്കുറിച്ച് അറിയില്ല, ഉണ്ടെന്നു പോലും നമുക്ക് പലർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ജന്മം ഉണ്ടെന്നും ആ ജന്മത്തിൽ നമ്മൾ ചെയ്തു പോയ പാപത്തിൻ്റെ ഫലം അത് ഈ ജന്മവും നമ്മൾ അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് പലരുടെയും ചോദ്യം. അതിനുള്ള ഉത്തരമാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസ്തുപരമായ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അധികമായും പറയുന്നത്. അതിനോടൊപ്പം ബാധാദോഷങ്ങൾ, ശരീരത്തിൽ നെഗറ്റീവുകൾ ആത്മാക്കൾ പ്രവേശിച്ചാൽ അതിനെ ഒഴിപ്പിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ പോയി ചെയ്തിട്ടുള്ളതിനെക്കുറിച്ചുള്ള സംഭവകഥകളും ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. എൻ്റെ ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. മുൻജന്മ പാപ കർമ്മഫലം, അതായത് നമ്മൾ മുൻജന്മത്തിലായാലും ഈ ജന്മത്തിലായാലും ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് നമ്മളതിൻ്റെ പാപമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പാപം ചെയ്താൽ അതിൻ്റെ പാപത്തിനുള്ള ശിക്ഷ അത് നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. അത് ഈ ജന്മം ചെയ്താലും നമ്മൾ അനുഭവിക്കണം എന്നുള്ളതാണ്. പക്ഷേ മുൻജന്മത്തിൽ ചെയ്യുന്ന പാപങ്ങളുടെ ഫലം, അതിൻ്റെ ശിക്ഷ ഈ ജന്മം നമ്മൾ അനുഭവിക്കേണ്ടി വരുമോ, അങ്ങനെ എന്തെങ്കിലും സത്യമുണ്ടോ എന്നാണ് പലരുടെയും ചോദ്യം. അത് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുള്ളതും അനുഭവങ്ങളും അതാണ്. അപ്പം എന്താണ് അനുഭവം എന്ന് ചോദിച്ചാൽ, ഈ ചില കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ജന്മനാ തന്നെ അവർക്ക് ഒരുപാട് അംഗവൈകല്യങ്ങൾ, അതുപോലുള്ള പലവിധ പോരായ്മകളും അവർക്കുണ്ടാകുന്നുണ്ട്. അതായത് സംസാരശേഷി ഇല്ലാതിരിക്കുക, ജനിക്കുമ്പോൾ തന്നെ കണ്ണ് കാണാതിരിക്കുക, ചെവി കേൾക്കാതിരിക്കുക, ഓട്ടിസം പോലുള്ള അസുഖങ്ങൾ വന്ന് മറ്റുള്ളവരുടെ ആശ്രയം ഇല്ലാതെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റുക, പുറം ലോകത്തിനെ പറ്റി അറിയാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ. അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും ദാരിദ്ര്യം പിടിച്ചൊരു കുടുംബത്തിൽ, അതായത് ഈ പ്രസവ സമയത്തിന് പോലും പ്രസവരക്ഷ പോലും ചെയ്യാൻ പറ്റുന്ന അത്രയും സമ്പത്തില്ലാത്തൊരു കുടുംബത്തിൽ ജനിച്ചു പോവുക. അപ്പം ഇതൊക്കെ എന്തുകൊണ്ടാണ് നമുക്ക് സംഭവിക്കുന്നത്? നമ്മൾ ഭൂമിയിൽ ജനിച്ച് നമുക്കൊരു ശിക്ഷ കിട്ടണമെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്താലാണ് നമുക്ക് ശിക്ഷ കിട്ടുന്നത്. അപ്പം നമ്മൾ ഭൂമിയിൽ ജനിച്ച് എണീറ്റ് നിൽക്കാനുള്ള ശേഷി പോലുമില്ല. ആ സമയത്തിന് തന്നെ നമുക്ക് ശിക്ഷ, അതായത് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ശിക്ഷാവിധിയോടുകൂടി തന്നെ നമ്മൾ ജനിക്കുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ച് കണ്ണ് കാണാൻ പറ്റാതിരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ജനിച്ചിട്ട് കാര്യമില്ല. സംസാരശേഷി, കേൾവിശക്തി, അതുപോലുള്ള മാരകമായ അസുഖങ്ങൾ ഇതൊക്കെ പിടിച്ച് ജനിച്ചാൽ പിന്നെ മനുഷ്യനെ ജീവിച്ചിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും ജീവിതം തീർന്നാൽ മതി എന്നാണ് മറ്റുള്ളവർ പോലും ചിന്തിക്കുന്നത്. അതൊരു ദോഷമായിട്ടല്ല, അത് ആ ഒരു നിവർത്തികേട് കാണാൻ പറ്റാത്തതുകൊണ്ട് പലരും ചിന്തിക്കാറുണ്ട്. ഇങ്ങനെ ഒരു ജന്മം എന്തിനായിരുന്നു എന്ന് തന്നെ പരസ്പരം നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ജനിക്കുന്നത്, ഈ ജന്മത്തിൽ അവർ ജന്മമെടുത്തതിന് ശേഷം എന്തെങ്കിലും കൊടിയ പാപം ചെയ്തതിൻ്റെ ശിക്ഷയാണോ എന്ന് ചോദിച്ചാൽ അവർക്കൊരു ശിക്ഷ, ഒരു കൊടിയ പാപം ചെയ്യാനുള്ള ബോധമോ അതിനുള്ള ആരോഗ്യമോ കെൽപ്പോ ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത്, അത് ജനിക്കുമ്പോൾ തന്നെ ഇതുപോലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളുമായിട്ടാണ് അവർ ജനിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരോടൊപ്പം പാപങ്ങളും ജനിച്ചിരിക്കുന്നു, പാപത്തിൻ്റെ ശിക്ഷയും ജനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ഒരുതരം ശിക്ഷയാണല്ലോ. ഒരു മനുഷ്യന് ജീവിതത്തിൽ ഇങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ സഹജീവികളോടൊപ്പം ഇങ്ങനെ ഒരു അപരാധികളോട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ശിക്ഷയാണ് അവനുള്ളത്. കണ്ണ് കാണാൻ പറ്റാതെ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് നടക്കുക എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ചൊരു ശിക്ഷയാണ്. അതായത് മറ്റുള്ളവരോട് ആശയവിനിമയം നടത്താതെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോകുന്നതോ അവർ പറയുന്നത് നമുക്ക് വ്യക്തമായി കേൾക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിൽ അതൊരു ശിക്ഷ തന്നെയാണ്. പക്ഷെ ജന്മനാ ഇത് കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെന്തിൻ്റെ പേരിൽ കിട്ടി. ഈ ഒരു ആത്മാവ് ഈ ശരീരത്തിലേക്ക് ഇപ്പോൾ കുഞ്ഞായി ജനിച്ചിരിക്കുന്ന ഈ ഒരു ആത്മാവ് നശിക്കുന്നില്ല എന്നുള്ളതിനെ കുറച്ചുകൂടി ഒരു തെളിവാണത്. അതായത് ഈ ആത്മാവ് മുൻ ജന്മത്തിൽ ഒരു കൊടിയ പാപം ചെയ്തു, അതിൻ്റെ ഫലമായി ഇപ്പോൾ അങ്ങനെയുള്ള ഒരു ശരീരത്തിന്, അതായത് ദുരന്തം അനുഭവിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ശരീരത്തിലേക്ക് ഈ ആത്മാവ് പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആത്മാക്കൾ ഒരു ജന്മമെടുത്ത് ഒരു ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ
അവിടം കൊണ്ട് തീരുന്നില്ല എന്നുള്ളതിനും ഒരു ഉത്തമ ഉദാഹരണമാണിത്. കാരണം പുതിയ പുതിയ ആത്മാക്കളാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ദുഃഖം, ദുരിതം അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്കൊന്നും ഇവർ പോകേണ്ട കാര്യമില്ല. പക്ഷെ ഇവർക്ക് ജനിക്കുമ്പോൾ തന്നെ ഈ ആത്മാവിന് ഇങ്ങനെ ഉള്ളൊരു ശരീരം സ്വന്തമായി കിട്ടുക, അല്ലെങ്കിൽ ആ ഒരു ശരീരത്തിന് ഉള്ളിലാണ് ഇതിന് വസിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതൊരു ശിക്ഷാവിധി തന്നെയാണ്. അതാണ് മുൻ ജന്മത്തിൽ നമ്മൾ ചെയ്തു പോകുന്ന പാപങ്ങളുടെ കർമ്മം നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം, അതിൻ്റെ ഒരു തെളിവും ഇത് തന്നെയാണ്. അടുത്ത ചോദ്യം, മുൻജന്മത്തിൽ ചെയ്തത് ആ ജന്മത്തിൽ തന്നെ അങ്ങ് അനുഭവിച്ച് തീർത്താൽ പോരെ, അങ്ങനെ തീരില്ലേ? അടുത്ത ചോദ്യമാണ്. അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ, പാപം ചെയ്യാത്തവരാരുമില്ല, ഞാനും ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്, അറിഞ്ഞും അറിയാതെ. കാരണം മനുഷ്യനായ എന്നെപ്പോലും എന്നല്ല, നമ്മളെയൊക്കെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് മാംസവും വികാരവും വിചാരവും ദുഃഖവും സങ്കടവും ദേഷ്യവും അസൂയയും കുശുമ്പും ഒക്കെ കൊണ്ട് തന്നെയാണ്. ഒരു മനുഷ്യനിലും ഇതൊന്നും ഇല്ല, ജനിപ്പിച്ചിട്ടില്ല, എല്ലാ മനുഷ്യരും. അപ്പോൾ എന്നിലും ഉണ്ട് അസൂയയും കുശുമ്പും കാര്യങ്ങളൊക്കെ എന്നിലും ഉള്ളതാണ്. ഞാനൊരു പച്ചയായ മനുഷ്യനാണ്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ എനിക്കും എൻ്റെ നിയന്ത്രണം വിട്ടു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാനും കാണിച്ചു കൊണ്ടിരിക്കും. പിന്നെ അറിയാതെ നമ്മൾ ചെയ്യുന്ന ഒരുപാട് പാപങ്ങളുണ്ട്. നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു ജീവനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പാപമായിട്ടാണ് നമ്മൾ എല്ലാവരും ഈശ്വര വിശ്വാസികൾ കരുതുന്നത്. അതിനി ഒരു മനുഷ്യനായാലും ഒരു ഉറുമ്പായാലും. അപ്പം നമ്മൾ ഉറുമ്പിനൊക്കെ നിസ്സാരമായിട്ടും കൊന്നുള്ളേ, അതും ഒരു ജീവനാണ്. അപ്പം നമ്മൾ അറിയാതെ തന്നെ ഈ പറഞ്ഞ കണക്ക് പല പ്രാണികൾ, ഉറുമ്പുകൾ, അങ്ങനെയുള്ള ചെറിയ ജീവൻ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ കാൽപാദത്തിന് അടിയിൽപ്പെട്ട് തന്നെ എത്രയോ ജീവനുകളാണ് ഞെരിഞ്ഞാൻ വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന പാപങ്ങളാണ്. പക്ഷെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങളുമുണ്ട്. ഒരു പരിധി വരെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ജന്മം കൊണ്ട്, ഒരു ജന്മം എന്ന് പറയുന്നത് 120 വർഷവും 20 ദിവസമാണ് ഒരു മനുഷ്യൻ്റെ പരമായുസ് എന്ന് പറയുന്നത്. അതിൻ്റെ പുറത്ത് ജീവിച്ചിരിക്കുന്നവരുമുണ്ട്. ഇങ്ങനെ പരമായുസ് അങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 120 വർഷം കൊണ്ട് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഏറെ പാപം, കൊടിയ പാപങ്ങൾ ചെയ്യുന്നവർക്ക്, അവർക്ക് ഈ പിരീഡ് കൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്ന കാലം അനുഭവിച്ച് തീർക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അത്രയും പാപങ്ങൾ ചെയ്ത് കൂട്ടുന്നവർക്കാണ് അത് ഈ ജന്മങ്ങളും അനുഭവിച്ച് തീർത്തിട്ട് അടുത്ത ജന്മത്തിലേക്കും ഇതിൻ്റെ ശേഷിപ്പ് ദൈവം കൊടുത്തുവിടുന്നത്. അതായത് ഭൂമിയിൽ വെച്ച് ചെയ്ത പാപത്തിൻ്റെ ഫലം അത് ഭൂമിയിൽ വെച്ച് തന്നെ നീ അനുഭവിച്ച് തന്നെ തീർക്കണം. ഈ ജന്മത്തിൽ നിനക്ക് അതിനുള്ള സമയമില്ലെങ്കിൽ അടുത്ത ജന്മം നീ എടുക്കുമ്പോൾ തന്നെ ഈ പാപത്തോട് കൂടിയാണ് നീ ജനിക്കുന്നത്. അതുകൊണ്ടാണ് കൈയില്ലാതെയും കാലില്ലാതെയും മൂകനായും ബധിരനായും ഒക്കെ മനുഷ്യൻ ജനിക്കുന്നത്. അവൻ ഭൂമിയിലേക്ക് വന്ന് ഒരു പാപം ചെയ്തതിന് ശേഷമല്ല. അപ്പോൾ മുൻജന്മ പാപകർമ്മ ഫലം അത് നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അങ്ങനെ ഒരു ദോഷമുണ്ട്, അങ്ങനെ ഒരു ഫലമുണ്ടെന്നും അത് നമ്മൾ അനുഭവിക്കണമെന്നും ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ ദാരിദ്ര്യ കുടുംബത്തിൽ ജനിക്കുന്നവർ, സാമ്പത്തികമായിട്ട് ഉയർച്ചയുള്ള കുടുംബത്തിൽ ജനിക്കുന്നവർ, അതായത് ഇപ്പം നമ്മളിരിക്കും നമ്മുടെ വലിയ ഫിലിം സ്റ്റാർ മമ്മൂട്ടി, മോഹൻലാൽ അങ്ങനെയുള്ള ആൾക്കാരുടെ കുടുംബത്തിൽ, അല്ലെങ്കിൽ ഈ അംബാനി, ടാറ്റ, ബിർള അങ്ങനെയുള്ള കുടുംബത്തിൽ ജനിക്കുന്നവരൊന്നും നേരത്തെ അപേക്ഷയൊന്നും കൊടുത്തിട്ട്, ഈ ആത്മാക്കൾ നേരത്തെ അപേക്ഷ ദൈവത്തിൻ്റെ മുന്നിൽ അപേക്ഷ സമർപ്പിച്ചിട്ടല്ല ഇങ്ങനെ ജനിക്കുന്നത്. അതൊക്കെ അവർക്ക് കിട്ടുന്ന ഭാഗ്യങ്ങളും. എന്നാൽ നമ്മുടെ വീട്ടിൽ വളരെ പുറം പണിക്കൊക്കെ വരുന്ന അവരുടെ വീട്ടിലെ ആൾക്കാരുടെ കുട്ടികളുടെ അവസ്ഥ എന്ന് ആലോചിച്ചു. അവിടെ ജനിക്കുന്ന കുട്ടിയുടെ തന്നെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു കുടുംബത്തിലേക്ക് തന്നെ അത് പിറന്നു വരുന്നു എന്ന് പറയുന്നതും അതും ഒക്കെ ഇങ്ങനെയുള്ള നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തു പോകുന്ന പാപത്തിൻ്റെ ഫലം തന്നെയാണ് നമ്മൾ ഈ ജന്മത്തിലും അനുഭവിക്കേണ്ടി വരുന്നത്. അതിന് യാതൊരു സംശയമില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അനുഭവിക്കുന്ന, അതായത് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഓർമ്മയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ജന്മം നമ്മൾ ജനിച്ചു വളർന്ന് ഈ 2 കാലം നിൽക്കാൻ പ്രാപ്തരായതിന് ശേഷം നമ്മൾ ഒരു പാപവും ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ദാരിദ്ര്യ ദുഃഖങ്ങൾ, നിരന്തരം ദുഃഖങ്ങൾ, നന്നായി പഠിച്ചു പക്ഷേ തൊഴിൽ കിട്ടാതെ അലയുന്നൊരവസ്ഥ, എത്ര തൊഴിൽ കിട്ടിയാലും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. നമ്മളൊരു കുടുംബം ഉണ്ടാക്കി ഒരു ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നു. എത്ര സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടി നമ്മൾ കുടുംബത്തിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ പോലും നമുക്ക് മനസ്സമാധാനം ഇല്ലാത്തൊരവസ്ഥ. ജനിക്കുന്ന കുട്ടികൾ, നമുക്കുണ്ടാകുന്ന കുട്ടികളെല്ലാം തലതിരിഞ്ഞു പോകുന്നൊരവസ്ഥ. നമുക്ക് തന്നെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ പക്ഷെ നമ്മൾ നന്നായി പരിശ്രമിക്കുന്നുണ്ട്, നമ്മൾ ആരെയും ദ്രോഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ചില ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അയ്യോ പാപം നമ്മൾ പറഞ്ഞു ഒന്നുമില്ല എന്താണെന്ന് ചോദിച്ചാൽ ഫുൾ അഡ്രസ്സ് പറഞ്ഞിട്ട് ഓടിക്കളയും. അത്ര പാപത്തനായിരിക്കും.
പക്ഷെ അവരൊക്കെ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും എന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിൽ അവർ ഈ വിധം അനുഭവിക്കാൻ ഒരു തെറ്റും അവർ ചെയ്യുന്നില്ല. അപ്പം ഇതെല്ലാം കഴിഞ്ഞ ജന്മത്തിൽ, മുൻ ജന്മത്തിൽ നമ്മൾ ചെയ്തു പോകുന്ന ക്രൂര പ്രവൃത്തികളുടെ, അതായത് പാപങ്ങളുടെ ഫലമാണ് ഈ ജന്മത്തിലും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. അങ്ങനെ ഒരു വിധി ഉണ്ടെന്നും അത് നമ്മളിൽ പലരും അനുഭവിക്കുന്നുണ്ടെന്നും നമ്മുടെ ജീവിത അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിൻ്റെ ഇതാണല്ലോ നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. അപ്പം ഈ ജന്മത്തിലെങ്കിലും ഇനി നമ്മൾ ഒരു കൊടിയ പാപങ്ങൾ ചെയ്യാതെ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക. കാരണം ഇനി ഒരു ജന്മം നമുക്കുണ്ടെങ്കിൽ പോലും അന്നും നമ്മുടെ ആത്മാവാണ്, ശരീരം നശിച്ചു പോകുന്നു, ആത്മാവിന് ഇതുപോലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ജന്മത്തിൽ നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്ത് മുന്നോട്ട് പോവുക. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട, ഒരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അല്ലെ നമ്മളുടെ ഒരു സഹജീവിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമ്പോൾ, അത് മനുഷ്യനാകട്ടെ, പട്ടിക്കാകട്ടെ, പൂച്ചയ്ക്കാകട്ടെ, ഏതിനാകട്ടെ, ഒരു ജീവനെ സംരക്ഷിക്കാൻ നമ്മൾ നടത്തുന്ന പ്രവൃത്തി, അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു തൃപ്തി, ഒരു സന്തോഷം, അത് നമുക്ക് അനുഭവിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കഴിയുന്നിടത്തോളം നമ്മൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ സമയത്തിന് നമ്മൾ മറ്റുള്ള മനുഷ്യനെ ദ്രോഹിക്കാതെയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന വിധത്തിൽ നമ്മളുടെ വായിൽ നിന്ന് ഒരു വാക്ക് പോലെ അതൊക്കെ വരാറുണ്ട്. പക്ഷെ ഒരു പരിധിക്കപ്പുറം ഇതൊന്നും നമ്മൾ ഇല്ലാതെ സന്തോഷകരമായി നമുക്ക് മുന്നോട്ട് സമാധാനപരമായിട്ട് മുന്നോട്ട് ജീവിക്കുവാൻ സാധിച്ചാൽ നമ്മുടെ വരുന്ന ജന്മങ്ങളും നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളില്ലാതെ ജീവിക്കുവാൻ സാധിക്കുക. അപ്പോൾ ചോദിക്കും ചില ആൾക്കാർ, അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടില്ല, ചോദിക്കാം, അതൊക്കെ അടുത്ത ജന്മമല്ലേ, അപ്പോൾ നമ്മൾ അറിയുന്നില്ലല്ലോ എന്ന്. പക്ഷേ നമ്മളറിയുന്നില്ല, പക്ഷെ അങ്ങനെ ജനിക്കുന്നവർ അവർ കൃത്യമായി അറിയുന്നുണ്ട്. ഒരു നേരം പോലും ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ വലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നവർ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അംഗവൈകല്യം സംഭവിച്ചവർ, അവരുടെയൊക്കെ മനസ്സിൽ അത് അങ്ങനെ ജനിക്കുന്നവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ആത്മാവും അടുത്ത ജന്മത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു പോയാൽ അന്ന് നമ്മൾ അനുഭവിക്കുന്ന നീറ്റൽ, അത് ആ ജന്മത്തിലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കഴിയുന്നിടത്തോളം നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്തിന് മറ്റുള്ള ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിനെ കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ ചിന്തിക്കാതെ ഈ വർത്തമാനകാലത്ത് നമുക്ക് എന്തൊക്കെ നമ്മുടെ ആവശ്യം പോയിട്ട്, നമ്മുടെ ഭാര്യയുടെ നമ്മുടെ മക്കളുടെ ആവശ്യം പോയിട്ട് എന്തെങ്കിലും അധികം ഉണ്ടെങ്കിൽ നമുക്ക് നാളത്തേക്ക് മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്കൊരു സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. കഴിയുന്നിടത്തോളം മനഃപൂർവ്വം നമ്മൾ ആരെയും ദ്രോഹിക്കാതിരിക്കുക. കാര്യം ദ്രോഹവും വഞ്ചനയും കഷ്ടപ്പാടും എന്നൊക്കെ പറയുന്നത് അതൊക്കെ എല്ലാ മനുഷ്യരും ഉള്ളതാണ്. അറിഞ്ഞോ അറിയാതൊക്കെ ഞാൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ. ഞാനും തെറ്റുകളൊക്കെ ഒരുപാട് എൻ്റെ ഭാഗത്തും സംഭവിച്ചിട്ടുള്ളതാണ്, അറിഞ്ഞും അറിയാതെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അറിഞ്ഞുകൊണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ദേഷ്യം ഉൾപ്പെടെയുള്ള വിചാരങ്ങൾ ചേർത്തിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ചില സമയങ്ങളിലൊക്കെ നമുക്ക് നിയന്ത്രിച്ചാൽ കിട്ടാത്ത വിധം ദേഷ്യം വന്നു പോകാം. അപ്പോഴെന്തെങ്കിലും ചെറിയ വീൺവാക്കുകളോ പ്രവൃത്തിയൊക്കെ നമ്മുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകാം. പക്ഷെ അതിനുശേഷം നമ്മൾ അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഇതുപോലുള്ള കൊടിയ ദുരന്തങ്ങളിൽ നിന്നും ഒഴിവാകാൻ നമുക്ക് സഹായകരമാകും. ഇന്നത്തെ ചോദ്യത്തിൻ്റെ മറുപടിയായിരുന്നു ഞാൻ പറഞ്ഞത്. മുൻജന്മ പാപകർമ്മ ഫലം, ശിക്ഷ, അത് നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അത് നമ്മൾ ഒരു പരിധിക്കപ്പുറം നമ്മൾ ദോഷങ്ങൾ ചെയ്തു പോയാൽ ആണ് ഇതുപോലുള്ള വിഷയങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. കഴിയുന്നിടത്തോളം നമ്മൾ ആരെയും ഉപദ്രവിക്കാതെ, മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതെ ജീവിച്ചാൽ ഇതുപോലുള്ള ദുരന്തങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 നിബന്ധനകൾ ഉണ്ടായിരിക്കും. അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ സ്ഥാപനത്തിനോ ഏതെങ്കിലും വിധത്തിലുള്ള വാസ്തുദോഷം, ഭൂമിദോഷം, ഇതേ കണക്കുള്ള ആത്മാക്കളുടെ ദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരിട്ട് ഞാൻ നിങ്ങളുടെ സ്ഥലത്ത് വന്ന് തന്നെ കണ്ട് പരിഹരിക്കണമെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. എന്നെ കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമ്മൂട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് അടുത്താണ് ഇപ്പോൾ എൻ്റെ ഓഫീസ് വരുന്നത്. അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക. ഇതെൻ്റെ ഓഫീസിലെ നമ്പറാണ്. ഇത് രാവിലെ 10 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം.
നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമേ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.